ഹായ്, നമസ്കാരമുണ്ട്. സുഖാണോ? ഞങ്ങൾ ഇന്ന് വന്നത് ഒരു വീഡിയോ കാണിക്കാനാണ്. പിന്നെ പൂച്ച ഭയങ്കര കുരുത്തക്കേടുന്ന് വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക മക്കളെ, ഞങ്ങളെ വെറുതെ. അപ്പോൾ ഞങ്ങളൊരു അത്ഭുതം കാണിക്കാനാണ് കേട്ടോ നിങ്ങളെ വന്നത്. എന്താ ഇതുപോലെ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒന്നുമല്ല, ഒരു കുഞ്ഞു വാഴയില് കൊല കുലച്ചിരിക്കുക, കുഞ്ഞു വാഴ കന്നില്. അപ്പോൾ അത് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് അത് ഇവള് ആ സൈഡിൽ ലൈവ് ഇരിക്കുമ്പോ പെട്ടെന്ന് കണ്ടത്. അപ്പൊ കൊലച്ച് വന്നിട്ടുണ്ട്. ഒരു മൂന്ന് പടന്ന് എന്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിത കഥയില് അത് ഇന്നില്ല കേട്ടോ, അത് അടുത്ത തിങ്കളാഴ്ചയൊക്കെ. നിങ്ങൾ കുറച്ചും കൂടെ കാത്തിരിക്കും അല്ലേ. പ്രണയത്തിന്റെ കഥകളല്ലേ, അത് കുറച്ചും കൂടെ ആഴ്ച വൈകിയാലും കുഴപ്പമില്ല. ഇതാണല്ലോ ഏറ്റവും വലിയ അല്ലേ. അപ്പൊ അത് നമുക്ക് നോക്കാം. നോക്കാം. ഒരു പാട്ട് പാടുന്നോ? പാടാം. കാരണം അതില് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് പോവാം. അപ്പോ 1 2 3 4. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടോ നീ, കവിളിണത്തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുണല്ലോ ഓ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടോ നീ, കവിളിണത്തഴുകിയോ നീ, കസ്തൂരി ആ പാട്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പോയി കാണാം കേട്ടോ, നോക്കാം എന്താണ് ഈ സംഭവം എന്ന് നമുക്കറിയണ്ടേ അല്ലേ. ഇത് ഞങ്ങൾ താമര നട്ടതാണ് കേട്ടോ. താമര നട്ട് അത് ഇങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, കപ്പയുണ്ട്, മീനുകളുണ്ട്, ഗപ്പികൾ. അപ്പോൾ നമ്മൾ വാഴത്തോട്ടിലെത്തി. ഇതൊരു അത്ഭുത കാഴ്ചയാണ്. മണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നത് 3 പടന്ന, ഒന്ന് കാണുന്നുണ്ടോ? 1 2 3 പടന്നുണ്ട് കണ്ടോ. കുഞ്ഞു വാഴ കൊലച്ചു വന്ന് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറയണേ, കമന്റ് ചെയ്യണേ. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ഒരു ഭയങ്കര ഇതാ, എന്താ പറയണ്ടേ, ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതാ വേറെ ഉണ്ട് 2 കുഞ്ഞുങ്ങള് നമ്മള് കണ്ടിട്ടാ വഴക്കുന്നു അല്ലേ. ഇത് വിശ്വസിക്കാൻ പറ്റുമോന്ന് എനിക്ക് ഒരു സംശയം. അപ്പോൾ അങ്ങനെയാ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഏലയാണ് കേട്ടോ, ഏലക്ക. ഓൺലൈനിൽ വിറ്റിട്ട് മേടിച്ചതാ. ഇത് ഓല അല്ലല്ലോ, ഏലയല്ലേ. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണി പൂ വിരിഞ്ഞു. എങ്ങനെ ഇത് എങ്ങനെ? ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണി പൂ വിരിഞ്ഞേ. കണ്ടാ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് കണ്ടല്ലോ. ഇത് ഇനി ഓരോ വളർച്ച എത്തുന്നതാണൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിന് ഇപ്പോഴാണ് വെള്ളം ഒഴിച്ച് തുടങ്ങിയ, മുമ്പേ ഒന്നും വെള്ളം എല്ലാ ദിവസവും ഒഴിക്കലുണ്ട്. പിന്നെ ഇന്ന് പിന്നെ ഇവിടത്തേക്ക് എത്തൂല വെള്ളം അല്ലേ, വെള്ളം ഒഴിക്കാറുണ്ട്. പക്ഷേ കുറച്ച് വളമെല്ലാം ഇട്ട് കൊടുത്തിനും അന്നേ കുറച്ചും കൂടെ നല്ല ഉഷാറായാൻ. എന്താ കിട്ടുമോ? ഇതൊരു അത്ഭുതമല്ലേ അല്ലേ. കുഞ്ഞു വാഴയിൽ ഇതൊക്കെ കുഞ്ഞാന്ന്. അതിൻ്റെ ഇവിടെ ഒരു കൊലയുണ്ടായതാ. ആ കൊലയാന്ന് വെട്ടിയെടുത്തപ്പോൾ ഈ കന്ന് ഇതാണ്ടോ, ഇവിടെ എല്ലാം കന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കന്ന്, ഒരുപാടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഇത് ഒരു അത്ഭുതം. അത് പിന്നെ നമ്മളെ ഏത്തവാഴ കൃഷി, അതിനിടക്ക് വന്നിട്ട് പന്നി കുറേ കപ്പ മൂട് പറിച്ച് കളഞ്ഞു. അപ്പോൾ ഓക്കെ, വീണ്ടും കാണും വരെ. സന്ധ്യക്ക് ഒരാൾ കണ്ടോ, പന്നി വന്നിട്ട് കപ്പ മൂട് അങ്ങനെ പിഴുതെടുത്തു. അപ്പോൾ കുഴിച്ചോട്ട് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയത്തിന്റെ കഥകളുമായി അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. ഓക്കെ, ഇന്ന് പിന്നെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണിച്ചതിൽ കേട്ടോ. അപ്പോൾ ടാറ്റാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒന്ന്
കമന്റ് ചെയ്യണേ. ഈ വാഴയെ കുറിച്ച് എന്താണ് നിങ്ങളെ വിലയേറെ നിങ്ങളെ വീട്ടിലായിരിക്കണമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കേ, ടാറ്റാ. ബൈ. എലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ.